എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം? എങ്ങനെയാണ് ദൈവഹിതം അന്വേഷിക്കേണ്ടത്? നമ്മുടെ ജീവിത പ്രയോഗത്തെ എങ്ങനെയാണ് ദൈവേഷ്ടപ്രകാരം മാറ്റി തീർക്കാൻ പറ്റുക? നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തണമേ. നിരന്തരമായ പ്രാർത്ഥനയാണ്. ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമിടിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും. ആത്മീയ പാഠങ്ങളിൽ പുതിയൊരു പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതിന്റെ തുടർച്ച തന്നെയാണത്. ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരാണല്ലോ നമ്മൾ. എങ്ങനെയാണ് ദൈവഇഷ്ടം അന്വേഷിക്കുക? ദൈവഹിതം എങ്ങനെയാണ് മനസ്സിലാക്കുക? അന്ന് സംഭാഷണ മധ്യേ നാം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവനവന്റെ ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ സമീപിക്കുമ്പോൾ മാത്രമേ ദൈവഹിതം എന്താണെന്ന് വെളിപ്പെടൂ എന്നതാണ്. നമ്മുടെ താല്പര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ആന്തരികമായി ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ അകമേ വസിക്കുന്ന ദൈവത്തോട് നാം ദൈവഹിതം ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം നമുക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കും. അതുകൊണ്ട് മനസ്സിന്റെ ഇഷ്ടമാണ് മുഴച്ചു നിൽക്കുക, അതാണ് പ്രബലപ്പെടുക. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. ഇതാണ് ദൈവഹിതം. നമ്മുടെ ആഗ്രഹങ്ങളെ സാധൂകരിക്കാനും അത് ദൈവഹിതമാണെന്ന് വരുത്തി തീർക്കാനും നമ്മുടെ മനസ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതാവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മെ നിർബന്ധിക്കും. ഇപ്രകാരം ഒരു നിർബന്ധത്തിന് നമ്മുടെ മനസ്സ് കീഴ്പ്പെട്ടു പോയാൽ നിശ്ചയമായിട്ടും നമ്മളായിരിക്കും വിജയിക്കുക. അവിടെ ദൈവത്തെ നമ്മൾ ഒഴിവാക്കും. സ്വാഭാവികമായും നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിറവേറണമെന്നും ജീവിതാവശ്യങ്ങൾ നടന്നു കിട്ടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പല താല്പര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത്, എങ്ങനെയാണ് നാം പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകണം. നാം ദൈവഹിതം അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതാവശ്യങ്ങൾ ദൈവേഷ്ടമാണോ എന്ന പരിശോധനയാണോ, അഥവാ നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്ന വഴിയിൽ നാം ദൈവഹിതാനുസരണം എങ്ങനെ പ്രവർത്തിക്കണമെന്നാണോ നാം അന്വേഷിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരാവശ്യം, ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ഈ ആഗ്രഹം ദൈവഹിതമാണോ എന്ന അന്വേഷണമാണ് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എങ്ങനെയാണ് ദൈവേഷ്ടപ്രകാരം ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചനയല്ല പലപ്പോഴും നമ്മിൽ നിന്നുണ്ടാകുന്നത്. ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ലോകത്ത് നാം നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും മറികടക്കാൻ ദൈവം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ പ്രതിസന്ധികൾക്കകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നത് കേൾക്കാനായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കുറച്ചുകൂടി വ്യക്തമായി അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ദൈവഹിതം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. റോമർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1ഉം 2ഉം തിരുവചനങ്ങളിൽ ദൈവഹിതം എങ്ങനെയാണ് നാം തിരിച്ചറിയേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതായിരിക്കണം നിങ്ങളുടെ ആരാധന. എന്നിട്ട് തുടർന്ന് പറയാണ്, നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. നല്ലതും ഉചിതവും പ്രീതികരവുമായത് എന്തെന്ന് അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടും. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സജീവവും പ്രീതികരവുമായ ഒരു ബലിയായിട്ട് അർപ്പിക്കണം. വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലി. സജീവ ബലി എന്ന് വെച്ചാൽ എന്താണെന്നറിയണം, വിശുദ്ധം എന്താണെന്നറിയണം, പ്രീതികരം എന്താണെന്നറിയണം. നമ്മൾ സാധാരണയായി വിശുദ്ധരാണ്. വിശുദ്ധരെന്ന് വെച്ചാൽ വേർതിരിക്കപ്പെട്ടവർ. ലോകത്തുനിന്ന് വേർതിരിക്കപ്പെട്ടവർ നല്ല കേട്ടോ. പലപ്പോഴും അങ്ങനെയാണ് കരുതുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ വിശുദ്ധർ. അങ്ങനെയല്ല. ക്രിസ്ത്യാനികളെല്ലാം വിശുദ്ധർ, ബാക്കിയുള്ളവരെല്ലാം അശുദ്ധർ. ഈ വേർതിരിവല്ല അവിടെയുള്ളത്. ലോകസാമാന്യതകളിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുക. ലോകസാമാന്യത എങ്ങനെയാണ്? പണത്തിൽ താല്പര്യം വയ്ക്കുന്ന, സമ്പത്ത് കേന്ദ്രീകൃതമായ, വസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന, സുഖഭോഗങ്ങളിൽ അഭിരമിക്കുന്ന, ഭാവിയെക്കുറിച്ച് കരുതലുള്ള, ഇങ്ങനെ നിരവധിയായ ലോക മാനദണ്ഡങ്ങളുണ്ട്. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും, എന്നെ എതിർക്കുന്നവനെ ഞാൻ എതിർക്കും, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കടം കൊടുക്കും, ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു നന്മ തിരികെ പ്രതീക്ഷിക്കും. ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ക്രമത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അവിടെ ചേമ്പലയിൽ വെള്ളം നിൽക്കുന്നത് പോലെ ഈ പറഞ്ഞ ലൗകിക താല്പര്യങ്ങളിൽ നിന്ന് മറികടന്ന ഒരു ജീവിതം ഉണ്ടാകുക. നമ്മുടെ ശരീരങ്ങളെയാണ് സമർപ്പിക്കേണ്ടത്. ശരീരം എന്ന് വെച്ചാൽ ആന്തരികവും ബാഹ്യവുമായ ശരീരങ്ങളെ.
ആന്തരികമായൊരു മനോശരീരം നമുക്കുണ്ട്, ബാഹ്യമായൊരു ശരീരം നമുക്കുണ്ട്. ഈ മനോശരീരത്തെയും ഭൗതിക ശരീരത്തെയും എങ്ങനെയാണ് വിശുദ്ധമാക്കി സൂക്ഷിക്കുക? ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിരവധിയായ പദ്ധതികളുമൊക്കെ ഒരുക്കുന്ന ഒരു മനോശരീരം, ഇഷ്ടങ്ങളുടെ കൂമ്പാരമായൊരു ശരീരം, ആ ശരീരത്തെയും ഭൗതികമായ ശരീരത്തെയും ബയോളജിക്കൽ നേച്ചറുള്ള ശരീരത്തെയും വിശുദ്ധമായ ഒന്നായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഭാവനയും ചിന്തയും ആഗ്രഹങ്ങളെയും ഒക്കെ നമ്മൾ നിയന്ത്രിക്കണം, ഈ ലോക താല്പര്യത്തിൽ നിന്ന് മാറ്റിവെക്കണം. ഈ ലോകവുമായുള്ള ബന്ധത്തിനകത്ത് പലപ്പോഴും കെട്ടപ്പെട്ടു പോകുന്നവരാകുന്നു. അങ്ങനെ മനസ്സ് ലോകത്തെ കെട്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ ലോകാനുരൂപിയായിട്ട് നമ്മൾ മാറുക. അങ്ങനെ ലോകാനുരൂപിയായി മാറാതെ എങ്ങനെയാണ് നമുക്ക് മാറി നിൽക്കാൻ പറ്റുക? അതായത് ജോലി ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ജോലി ചെയ്യുന്നതിന്റെ ലക്ഷ്യം അപരനന്മയായിട്ട് മാറണം. നമുക്ക് അപരനന്മയിലൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഭൗതിക ലോകത്ത് നാം ജീവിക്കുന്നത് ഒരു സഹവർത്തിത്വത്തിലാണ്, അതല്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ജീവിതാവശ്യങ്ങളും നാം ഈ ലോകത്തിന് കൊടുക്കുന്ന എല്ലാ സർവീസുകളും പ്രവൃത്തികളും രണ്ടും ഈ സഹവർത്തിത്വത്തിൻ്റെതാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ അത് കേവല വ്യാപാര ബന്ധമായി മാറാതെ അതിനകത്ത് ഒരു സ്വയം ത്യാഗത്തിന്റെ, സാക്രിഫിഷ്യൽ ലവിന്റെ ഒരു അംശം ഉണ്ടാകുക. അപ്പോഴാണ് വേർതിരിവുണ്ടാകുക. മനോശരീരത്തെ ഇങ്ങനെ വേർതിരിക്കണം, ഭൗതിക ശരീരത്തെ വേർതിരിക്കണം. ഈ രണ്ട് ശരീരങ്ങളെയും വിശുദ്ധമാക്കി മാറ്റണം. ശരീരത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നിടത്ത് നമുക്ക് രണ്ടും കാണാം. മനുഷ്യത്വത്തിന്റെ സമഗ്രത, പ്രസാദപര പൂർണ്ണിമയിലുള്ള അവസ്ഥ, നമ്മുടെ വികാരങ്ങളെയും ശരീരത്തിന്റെ വാസനകളെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കനുസരിച്ചാക്കി മാറ്റുക. അവിടെയാണ് സമഗ്രത. ആ സമഗ്രതയിലേക്ക് എടുത്തു വയ്ക്കുന്നതിന്റെ പേരാണ് വിശുദ്ധി. അപ്പൊ നിരന്തരമായി ആന്തരികമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് ഇപ്രകാരം നമ്മെ ഈ ലോകത്തിന്റെ വാസനകളിൽ നിന്ന് മാറ്റി സ്നേഹത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അവിടെ നമുക്ക് കാണാം, ആ സ്നേഹത്തിന്റെ രൂപയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രീതികരമായ ഒരവസ്ഥയിലേക്ക് വരണം. എന്താണ് ദൈവേഷ്ടമെന്ന് അന്വേഷിക്കണം. ഞാൻ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നും എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്നും എന്നെ ദൈവം അയച്ചിട്ടുള്ളത് എന്തിനാണെന്നും ചിന്തിക്കണം. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആളുകൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. യേശു പറയുന്നത് അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതായത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ജീവിതം നയിക്കാൻ ക്രിസ്തുവിനെ ലോകത്ത് നാം അനുഗമിക്കുക, അവനിൽ ആയിത്തീരുക, അവനിൽ ജീവിക്കുക എന്നേ അർത്ഥമുള്ളൂ. താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാർ യേശുവിന്റെ മഹത്വം തിരിച്ചറിയുന്നു. മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് എലിയാക്ക്, ഒന്ന് മോശയ്ക്ക്. അങ്ങനെ വിശുദ്ധ പത്രോസ് പറയുന്ന സന്ദർഭത്തിൽ ആകാശത്ത് നിന്നൊരു മേഘമിറങ്ങി അവരെ മൂടി. ഒരു വാക്ക് അവർ കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് കേൾക്കുവിൻ. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് പറയുന്നത് പ്രിയങ്കരമായി ദൈവസന്നിധിയിൽ ജീവിക്കുന്ന സമ്പൂർണ്ണ മനുഷ്യൻ യേശുവാണ്. ദൈവേഷ്ടം നിവർത്തിക്കുക എന്നത് മാത്രം ജീവിത ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ്. അങ്ങനെ ദൈവേഷ്ടം നിലനിർത്താൻ വേണ്ടി ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നത് പോലെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. ദൈവേഷ്ടത്തിന്റെ സമ്പൂർത്തി ക്രിസ്തുവിലാണ്. അപ്പോ ദൈവത്തിന് പ്രിയങ്കരമാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു അനുരൂപരായിട്ട് മാറുക, അവിടെ നിന്ന് അയച്ചവരിൽ വിശ്വസിക്കുക. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിക്കുകയും അവനെ അനുഗമിക്കുകയും അവനിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് പരിപൂർണമായ പ്രവൃത്തി. ഇവിടെ ജീവിതം തന്നെ ഒരു യാഗമായിട്ട് മാറും, സമ്പൂർണ്ണ യാഗമായിട്ട് മാറും. സാധാരണ ബലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ബലിയർപ്പിക്കാൻ വെച്ചാൽ കൊന്നുകളയുക എന്നൊരർത്ഥം അതിനുണ്ട്. പക്ഷെ ഇവിടെ ചോര പൊടിയാത്തൊരു പരിപാടിയാണ്, അഥവാ ജീവൻ നഷ്ടപ്പെടുത്താതെ നിരന്തരം ബലിയാകുക. കുരിശിൽ യേശു ബലിയാകുന്ന സമയത്ത് ആ കുരിശിന്റെ ചുവട്ടിൽ തന്റെ ജീവിത സമർപ്പണത്തെ സമ്പൂർണമാക്കുന്ന മറിയത്തെ നമുക്ക് കാണാം.
അവിടുത്തെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ച മറിയം യേശുവിന് ഭൂമിയിൽ ജന്മം കൊടുത്ത് ഈ ഭൂമിയിൽ വളർത്തി ഒടുവിൽ ആ മകന്റെ മരണം കണ്ടുകൊണ്ട്, സഹന മുഹൂർത്തം കണ്ടുകൊണ്ട് ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന മറിയം ഒരു ബലി അർപ്പിക്കുന്നുണ്ട്. അത് രക്തം പൊടിയുന്ന ബലിയല്ല, പക്ഷെ ഹൃദയത്തെ പിളർക്കുന്ന ബലിയാണ്. അപ്പൊ ജീവിത സാഹചര്യങ്ങളിലും ജീവിത സന്ദർഭങ്ങളിലും ഇങ്ങനെ വിശുദ്ധിയിൽ, അതായത് ലോകസാമാന്യതയിൽ നകർന്ന് ജീവിക്കാനും ദൈവത്തിന് ഇഷ്ടമായ ക്രിസ്തുവിൽ ജീവിക്കാനും. യേശു ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. ഒരാള് അടി കൊണ്ടിട്ട് തിരിച്ചടിക്കാതിരുന്നാൽ കൂടെയുള്ളവർ ചോദിക്കും, നീ ആരാ, യേശു ക്രിസ്തു ആണോ എന്ന് ചോദിക്കും. കാരണം ഈ അടി കൊണ്ടാൽ തിരിച്ചടിക്കാൻ പാടില്ല, ശത്രു ഉണ്ടാകാൻ പാടില്ല, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം, സ്നേഹിതർക്ക് വേണ്ടി മരിക്കണം. ഇങ്ങനെ അവനവൻ ഉപേക്ഷയുടെ പരമകാഷ്ഠയിൽ എത്തി നിൽക്കുന്ന ക്രിസ്തുരൂപത്തിലേക്ക് വരണം. ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവേഷ്ടം അന്വേഷിക്കുന്നവരായും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായും സ്വന്തം സഹനത്തെ അവരന്റെ മോചനത്തിനായി കാഴ്ചവെക്കുന്നവരായി മാറിത്തീരുക എന്നത് ജീവിതത്തിൽ ഒരാൾ ഒരു നിലപാടായിട്ടെടുക്കുമ്പോൾ അയാൾ സജീവ ബലിയായിട്ട് മാറും. ജീവിക്കുന്നുണ്ട്, പക്ഷേ അതൊരു മുറിക്കപ്പെട്ട ഹൃദയമാണ്, രക്തം ചിന്തുന്ന ജീവിതമാണ്. ബാഹ്യമായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ല, പക്ഷെ ആന്തരികമായി അയാൾ അല്ലാതായി മാറുകയും അയാളിൽ മരിക്കുകയും ക്രിസ്തുവിൽ ഉദ്ധിതനാകുകയും ചെയ്യാം. അങ്ങനെ ഒരു സജീവ ബലിയായി നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ വചനം പറയാണ്, മനസ്സിന്റെ ചൈതന്യത്താൽ നിങ്ങൾ നവീകരിക്കപ്പെടും. മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടുമ്പോൾ ഇവിടെ മനസ്സ് ദൈവമനസ്സായി മാറിയിട്ടുണ്ട്, ദൈവഹിതമായി മാറിയിട്ടുണ്ട്. ആ ദൈവഹിതമായി മാറിയപ്പോൾ മനസ്സിന്റെ ചൈതന്യത്താൽ നിങ്ങൾ നവീകരിക്കപ്പെടും. അതിൽ 3 തരങ്ങളാണ് പറയുന്നത്: നല്ലതും ഉചിതവും പ്രീതികരവും. നല്ലതെന്താണ്? കോമൺ ഗുഡ്, പൊതു നന്മയായിട്ട് പറയാവുന്ന കാര്യങ്ങൾ. ഉചിതം എന്താണ്? നാം ചെയ്യാൻ കടപ്പെട്ട കാര്യങ്ങൾ, നാം ഇതൊക്കെ ചെയ്യേണ്ടതാണ്, ഇത് ഉചിതമായ പ്രവൃത്തിയാണ്. പ്രീതികരം എങ്ങനെയാണ്? പ്രീതികരം ഞാനെന്നതേയില്ല. നല്ലത് ചെയ്യുമ്പോൾ ഞാനുണ്ട്, ഉചിതമായത് ചെയ്യുമ്പോഴും ഞാൻ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് ഉചിതമായത്, സാധ്യമായത് ഞാൻ ചെയ്യുന്നു. പ്രീതിജനകമായത് ചെയ്യുമ്പോൾ ഞാനില്ല, അവിടെ ദൈവം മാത്രമേ ഉള്ളൂ. എൻ്റെ ഇഷ്ടം ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാനില്ല, ഇനി എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. സ്വയം ഉപേക്ഷയുടെ പാരമ്യത്തിലെത്തണം. ഇത് തന്നെയാണ് 30 മേനി 60 മേനി 100 മേനി വിളവെടുപ്പിനെ കുറിച്ച് പറയുന്നത്. 30 മേനി എന്ന് വെച്ചാൽ കോമൺ ഗുഡാണ്, സാമാന്യഗതിയാണ്. 60 മേനി എന്ന് വെച്ചാൽ ഉചിതമായ പ്രവൃത്തിയാണ്. 100 മേനി ആവട്ടെ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് എത്തുന്ന വേദിയാണ്. മനുഷ്യത്വത്തിൽ നിന്ന് ഒരാൾ ദൈവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വയം ത്യാഗത്തിന്റെ, സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വേദിയാണ്. അപ്പൊ ഇങ്ങനെ ദൈവഹിതം തിരിച്ചറിയാൻ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിന് പ്രിയങ്കരമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മനസ്സിന്റെ ചൈതന്യത്താൽ നമ്മൾ നവീകരിക്കപ്പെടണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾക്കകത്ത് നാം എങ്ങനെ ജീവിക്കണമെന്നാണ് വചനം നമ്മോട് പറയുന്നത്. അവിടെ നാം നമ്മെ തന്നെ കൈവിടണം, ദൈവേഷ്ടത്തിലേക്ക് തിരിയണം. നമ്മളൊരു വസ്തു വാങ്ങാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു വസ്തു വാങ്ങാൻ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കും. അങ്ങനെയാണ് ദൈവഹിതം അന്വേഷിക്കുന്നത്. ദൈവമേ, ഇത് വാങ്ങുന്നത് അങ്ങേക്ക് ഇഷ്ടമാണോ, ഇഷ്ടമല്ലേ? വാസ്തവത്തിൽ നമ്മൾ ജീവിതത്തിൽ ഒരു വസ്തു വാങ്ങുന്നതോ ഒരു പ്രവൃത്തി ചെയ്യുന്നതോ ദൈവേഷ്ടമാണോ അല്ലയോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? നിങ്ങളൊരു വീട് വയ്ക്കാൻ പോകും. ദൈവമേ, ഞാൻ വീട് വയ്ക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ പറയണമേ. എന്നിട്ട് നമ്മൾ ടോസിങ് പദ്ധതികളാണ്, പലതരത്തിലുള്ള ദർശനങ്ങൾ എടുത്തും പലതൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് തന്നെ കഴിയാതെ വന്നാൽ നമ്മൾ ആരെ തേടി പോവും? നമ്മൾ ബ്രദർ കണിയാനെ, അല്ലെങ്കിൽ അച്ഛൻ കണിയാനെ, അല്ലെങ്കിൽ സിസ്റ്റർ കണിയാത്തിയെ ഒക്കെ അന്വേഷിച്ച് നമ്മൾ പോവും. മറ്റുള്ളവരോട് ആലോചന ചോദിക്കും. ദൈവത്തോട് നാം ആലോചന ചോദിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. പക്ഷേ വീട് വയ്ക്കണോ എന്ന് ആലോചിക്കുമ്പോൾ ദൈവം ഉത്തരം പറയുന്നില്ല, മിണ്ടാട്ടില്ല. എന്തുകൊണ്ട്? ദൈവം പ്രായോഗികമായി ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുൻകൂട്ടി നമ്മെ അനുവദിക്കുകയും അതിനുള്ള കഴിവുകൾ നൽകി അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്യണോ, ഇത് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള ആന്തരികമായ ലക്ഷ്യം എന്താണ്?
ആന്തരികമായ ലക്ഷ്യമാണ് പ്രധാനപ്പെട്ട കാര്യം. വീട് വെക്കണമോ എന്ന് നാം ദൈവത്തോട് ആലോചിക്കുന്നുണ്ടെങ്കിൽ നാം അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണ്, നാം ചോദിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്. ഉദാഹരണം വീട് വെപ്പ് തന്നെ എടുക്കാം. അങ്ങനെ വീട് വെക്കുന്നതിനെ കുറിച്ച് ദൈവത്തോട് ആലോചിക്കും. ദൈവമേ, വീട് വെക്കാൻ ഒരു ആഗ്രഹമുണ്ട്, വെക്കണോ വേണ്ടയോ, നീ പറഞ്ഞാൽ മതി. അങ്ങനെ ചോദിക്കുമ്പോഴും വീട് വെക്കണം എന്ന ഒരു ആഗ്രഹം നാം നിലനിർത്തുന്നുണ്ട്. ദൈവം വീട് വെക്കണ്ട എന്ന് തോന്നിപ്പിച്ചാലും നമ്മൾ വീട് വയ്ക്കും. കാരണം ഈ ആഗ്രഹം സമ്മർദ്ദമായി നമ്മുടെ അകത്തുണ്ട്. നമുക്കാവശ്യം നാം പറയുന്ന ഈ കാര്യം ദൈവം അംഗീകരിച്ച് അടിയിൽ ഒരു ഒപ്പിട്ട് തരണം, അത്രേ ഉള്ളൂ. എന്തിനാണ് നാം അങ്ങനെ ദൈവത്തെ കൊണ്ട് ഒപ്പിടിക്കുന്നത്? അതിന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ചെയ്യുന്ന ഈ പദ്ധതി പൊളിയരുത്, വീട് വെപ്പിന് തടസ്സമൊന്നും ഉണ്ടാവരുത്. എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ ഈ ആലോചന ചോദിച്ചയാൾ ദൈവത്തോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? ഞാൻ നിന്നോട് ആലോചിച്ചിട്ടല്ലേ തുടങ്ങിയത്, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലോ പ്രാർത്ഥിച്ചിട്ടല്ലേ തുടങ്ങിയത്, നീ പറഞ്ഞിട്ടല്ലേ ചെയ്തത്. ദൈവം പറഞ്ഞായിരുന്നു വീട് വയ്ക്കാൻ. വീട് വയ്ക്കാൻ തോന്നിയത് നമ്മുടെ ആഗ്രഹമാണ്. ആ നമ്മുടെ ആഗ്രഹത്തിന് ദൈവത്തിന്റെ കയ്യൊപ്പ് ഒപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തോട് നമ്മൾ ഹിതം ചോദിച്ചത്. ദൈവത്തോട് ഈ ആഗ്രഹം ഉള്ളി വെച്ചുകൊണ്ട് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ആരായിരിക്കും ജയിക്കുക? മനസ്സായിരിക്കുമോ ജയിക്കുക, അഥവാ ദൈവഷ്ടമായിരിക്കും ജയിക്കുക? അവിടെ നമ്മൾ കാണുന്ന ദർശനങ്ങളിലും നമ്മൾ കേൾക്കുന്ന സ്വരങ്ങളിലും കിട്ടുന്ന ഉപദേശങ്ങളിലും എടുക്കുന്ന വചനങ്ങളിലും ഒക്കെ കാണുന്നത് നമുക്ക് അനുകൂലമായ കാര്യമായിരിക്കും. കാരണം നമ്മുടെ മനസ്സവിടെ കെട്ടപ്പെട്ടിട്ടുണ്ട്, ഒന്നാമത്. രണ്ടാമത്, നാം ആ ചോദ്യം ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം ദൈവം ഇത് പറയുന്നുണ്ടോ എന്നുള്ളതല്ല, എൻ്റെ ഈ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാകാതിരിക്കണം. ദൈവഷ്ടമാണെങ്കിൽ തടസ്സം ഉണ്ടാവില്ല, അങ്ങനെയല്ലോ നമ്മൾ പറയാ. ദൈവ പദ്ധതിയാണെങ്കിൽ നിറവേറുന്ന തടസ്സം ഉണ്ടാവില്ല. അപ്പൊ ദൈവ പദ്ധതിയാണ് എൻ്റെ ആലോചനയെന്നും ആഗ്രഹമെന്നും എനിക്കൊരു ബോധ്യം കിട്ടാൻ വേണ്ടിയാണ് നാം സാധാരണഗതിയിൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു വീട് വേണമെന്നത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളൊരു വീട് പണിയണമെന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. ഭൂമിയിൽ താമസിക്കുന്ന സമയത്ത് ഈ ലോകത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് കിടന്നുറങ്ങാൻ ഇടം വേണം. ആ ഇടം എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. ഇതെല്ലാം സ്വാഭാവികതയാണ്. ഇത് നിറവേറ്റാനുള്ള കഴിവും പ്രയത്നശേഷിയും അവസരവും ഒക്കെ ദൈവം നൽകുന്നുണ്ട്. അതെല്ലാം വിനിയോഗിച്ച് ഇത് ചെയ്യാൻ നമുക്ക് കഴിയും. ദൈവഹിതം ഇങ്ങനെ ചോദിച്ച് ദൈവം പറഞ്ഞത് കേട്ട് വീട് പണിയുന്നവർ മാത്രമല്ല, വീട് പണിയുന്നത് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ദൈവത്തെ അറിയാത്തവരും വിവിധങ്ങളായ ദൈവഭാവനകളിൽ കുടുങ്ങിയവരും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ വീട് പണിയണമോ എന്ന ചോദ്യമല്ല, അല്ലെങ്കിൽ എങ്ങനത്തെ വീട് പണിയണം എന്ന ചോദ്യമല്ല ദൈവത്തോട് യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്. ഇത് ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമല്ല, ഇത് ദൈവം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യം. നിങ്ങൾ ചോദിക്കേണ്ടത്, അങ്ങനെ ഒരു വീട് പണിയുമ്പോൾ ദൈവഹിതം അനുസരിച്ച് ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം? ആ ദൈവഹിതവുമായി ചേർന്ന് പോകുന്നതാണോ എൻ്റെ ജീവിതത്തിലെ ഈ പ്രവൃത്തി? ദൈവഹിതം മുൻകൂട്ടി വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹിതവുമായി എന്റെ അഭിലാഷം ഒത്തുപോകുന്നുണ്ടോ എന്ന ആലോചനയാണ് എനിക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ ദൈവം വീട് പണിയാൻ അനുവാദം തരുന്നുണ്ടോ എന്നല്ല അന്വേഷിക്കുന്നത്. ദൈവം അനുവദിച്ചിരിക്കുന്നു. ദൈവം അങ്ങനെ നമുക്ക് അനുവാദം തരുന്നില്ല എന്നിരിക്കട്ടെ, വീട് പണിയണ്ട നമ്മോട് പറയുന്ന ഒരു ദൈവമാണെന്നിരിക്കട്ടെ. ഈ ദൈവത്തോട് ആലോചന ചോദിക്കാത്തവരും ദൈവം തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കാത്തവരുമായ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ അങ്ങനെ എത്തിച്ചേരാത്ത എത്രയോ ആളുകൾ, കോടാനുകോടി മനുഷ്യർ വീട് വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം കുറച്ചു പേരോട് ഹിതം വെളിപ്പെടുത്തും, ബാക്കിയുള്ളവർക്ക് ഹിതമില്ലാതെ ജീവിക്കട്ടെ, അങ്ങനെയല്ല. എല്ലാവരും ഈ അവസരത്തിലേക്ക് വരുന്നു. ദൈവഹിതം അന്വേഷിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? വെളിപ്പെട്ട ദൈവഹിതമായ യേശുക്രിസ്തുവുമായി എൻ്റെ ജീവിത പ്രയോഗം എങ്ങനെ ഒത്തുപോകും? ഇത് ചേർന്ന് പോകുന്നതാണോ?
അവിടെയാണ് എൻ്റെ പ്രവൃത്തി ക്രിസ്തുബോധത്തിന് അനുഗുണമായിട്ട് പോകുന്നുണ്ടോ എന്ന ആലോചനയാണ്. ഒരു കാര്യം ഞാൻ നിറവേറ്റുമ്പോൾ അതിൽ ദൈവഹിതാനുസാര പ്രകാരമാണോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടയാളം. ഞാനൊരു വീട് വയ്ക്കുന്നു. വീട് വയ്ക്കുന്നത് സ്വാഭാവികമായി പണമുണ്ട്, സ്ഥലമുണ്ട്, ആവശ്യമുണ്ട്. വീട് വയ്ക്കും. ആ വീട് വയ്ക്കുമ്പോൾ ആ വീട് വെക്കണ്ട എന്ന് പറഞ്ഞ് കയ്യൊക്കെ പിടിക്കാൻ ദൈവം വരില്ല. കാരണം വീട് വെക്കുന്നത് ക്രിസ്ത്യാനി മാത്രമല്ല, നാനാജാതി വിശ്വാസ പാരമ്പര്യങ്ങളിൽ ജീവിക്കുന്ന ലോകത്തെ വിവിധങ്ങളായ പ്രത്യയശാസ്ത്ര ബോധങ്ങളിലുള്ള നിരവധിയായ മനുഷ്യർ അവർ വീട് വയ്ക്കുന്നു. ക്രിസ്ത്യാനി വീട് വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ട ഞാൻ വെളിപ്പെട്ട ദൈവഹിതവുമായി എൻ്റെ ജീവിതത്തെ ഈ നിർമ്മാണ പ്രക്രിയക്കകത്ത് എങ്ങനെ ചേർത്ത് വെക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കേണ്ടത്. വീട് പണിയുന്നത് സാമാന്യതയാണ്. ഈ സാമാന്യത ലോകത്തെല്ലാവർക്കും ഉള്ളതാണ്. ഈ പ്രവൃത്തി ഞാൻ ചെയ്യാൻ വിളിക്കപ്പെടുന്നു. ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്, അതിനുള്ള വക കയ്യിലുണ്ട്, സ്ഥലവുമുണ്ട്. ഇനി വീട് വെച്ചാൽ മതി. വീട് വയ്ക്കുമ്പോൾ ഒരു വലിയ വീട് വയ്ക്കാനൊക്കെ പ്ലാൻ ചെയ്തു, പ്രാർത്ഥിച്ചു, ദൈവഹിതം ചോദിച്ചു. കാര്യം എന്താണ്? വീട് പണി മുടങ്ങരുത്, തടസ്സമൊന്നും ഉണ്ടാവില്ല. എന്നോട് ചോദിച്ചു. ലക്ഷ്യം അതായിരുന്നു. എന്നിട്ട് വീട് വയ്ക്കാൻ ഉത്തരം കിട്ടിയെന്ന ബോധ്യത്തിൽ വീട് വയ്ക്കാം. ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട ദൈവഹിതവുമായി ക്രിസ്തുവുമായി എങ്ങനെ ചേർന്നു പോകും? ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. അതിലൊരു കാര്യം പ്രധാനപ്പെട്ട് പറയുന്നുണ്ട്. വസതിയിൽ പാർപ്പിടമില്ലാത്തവരെ സ്വീകരിക്കുക. പാർപ്പിടമില്ലാത്തവരെ വസതിയിൽ സ്വീകരിക്കുക എന്ന ക്രിസ്തുബോധവുമായി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? കിടപ്പാടമില്ലാത്തവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത എൻ്റെ അകത്തുണ്ടോ? ഞാൻ വെക്കുന്നതിൽ സൗകര്യം കുറച്ചിട്ട് അവരിന് എന്തെങ്കിലും അതിൻ്റെ ഓഹരി കൊടുക്കണം. തൊട്ടപ്പുറത്ത് കിടപ്പാടമില്ലാതെ കിടക്കുന്ന, ചോർന്നൊലിച്ച പുരയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ വീടില്ലാതെ അലയുന്ന ഒരുവനെ കൂടി ഞാൻ എൻ്റെ ജീവിത പ്രവർത്തിക്കകത്ത് കാണാൻ തുടങ്ങുമ്പോഴാണ് ദൈവഹിതോന്മുഖമായ ഒരു ജീവിതമായിട്ടത് മാറുക. അപ്പൊ ദൈവഹിതം എന്ത് എന്ന ചോദ്യം ഇനിയും ചോദിക്കുമ്പോൾ വെളിപ്പെട്ട ദൈവഹിതത്തെ തിരസ്കരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞതാണ്. എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി? അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം യേശു ദൈവമാണെന്ന് വിശ്വസിക്കുകയല്ല. യേശു ദൈവമാണ്. നാം ദൈവമല്ലെന്ന് പറഞ്ഞാൽ യേശു ദൈവമല്ല ഉണ്ടാവുമോ? എത്രയോ പേര് യേശു ദൈവമല്ലെന്ന് പറയുന്നു. അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ദൈവത്തിനൊരു പ്രശ്നമില്ല. യേശു മഹോന്നതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉയരം കൂടുവോ? ഇല്ല. അങ്ങനെ യേശു ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മഹത്വം താഴുവോ? അതുമില്ല. അതായത് നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും ദൈവത്തെ അളന്നു തൂക്കാനോ മഹത്വപ്പെടുത്താനോ ദൈവത്തിന് വിലയിടാനോ ഒന്നും സാധ്യമല്ല. നമ്മുടെ സ്തുതിപ്പിൽ പുളകിതനാകുന്ന ഒരാളല്ല ദൈവം. ആ ദൈവം എങ്ങനെയാണ് നമുക്ക് വെളിപ്പെട്ടത്? ആ ദൈവത്തോട് നാം പുലർത്തുന്ന മനോഭാവം കൊണ്ടാണ് ലോകസാമാന്യം വീടുകൾ നിർമ്മിക്കുന്നു. ആ വീട് നിർമ്മാണത്തിൽ നിന്ന് നാം വ്യതിരക്തരാകുന്നത് ഈ നിർമ്മാണ പ്രവൃത്തിയെ ക്രിസ്തുബോധവുമായി നാം എങ്ങനെ കൂട്ടിച്ചേർക്കുന്നുവെന്നാണ്. ദൈവഹിതമായ ക്രിസ്തുവിനെ എൻ്റെ ഈ ജീവിത പ്രവൃത്തിക്കകത്ത് ഞാൻ എങ്ങനെ ഉൾച്ചേർക്കും? അതാണ് ദൈവഹിതാന്വേഷണം. വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ദൈവഹിതം തേടുന്നു. അത് ഇപ്പോഴുള്ള പ്രവൃത്തിയൊന്നും അല്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ദൈവഹിതം നമ്മൾ തേടുന്നത് എവിടെയൊക്കെയാണ്? ദൈവഹിതം നമ്മൾ തന്നെ ചോദിക്കും, നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. ദൈവമേ, ഈ വീട് വെക്കണമോ, കാറ് വാങ്ങണമോ, ഏത് നിറമുള്ള കാർ വേണം, ഈ കല്യാണം നടത്തണമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. കല്യാണം നടത്തണമോ എന്ന് ചോദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കല്യാണ ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. രണ്ടാമത് കുട്ടികൾ ഉണ്ടാവണം. കുട്ടികൾ ഉണ്ടാവാതെ വന്ന് നമ്മൾ എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ദൈവമേ നീ പറഞ്ഞതനുസരിച്ചാണല്ലോ ആളെ തിരഞ്ഞെടുത്തത്, എന്നിട്ടെന്താണ്? ദൈവത്തിന് നമുക്ക് പിടിച്ചവരെ നിർത്താൻ വേണ്ടിയായി ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ ഞാൻ വിവാഹത്തിലേക്ക് പങ്കെടുക്കുന്നു, എന്താണ് ദൈവഹിതം? ദൈവഹിതമായ പ്രവൃത്തിയാക്കി വിവാഹ ജീവിതത്തെ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നില്ല. ദൈവഹിത പ്രകാരമാണ് ജീവിതം നയിക്കേണ്ടത്. ആ ഹിതം ക്രിസ്തുവിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആ ഹിതവുമായി എൻ്റെ വൈവാഹിക ബന്ധത്തെ എങ്ങനെ എനിക്ക്
കൂട്ടിയിണക്കാൻ കഴിയും? അങ്ങനെ ചോദിക്കുമ്പോഴാണ് സ്ത്രീധനം പ്രശ്നമാവും. സ്ത്രീധനം പ്രശ്നമാവും. കാരണം ഇതൊരു കച്ചവടമല്ലെന്ന്, ഇത് ഒരു ആത്മബന്ധമാണെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. ആദ്യം മുതലേ ഇങ്ങനെ നൽകപ്പെട്ടതാണ്. അങ്ങനെ നൽകപ്പെട്ട് പുരുഷന്റെ ഭാഗമായിട്ട് സ്ത്രീ ചേരുകയാണ്. അവിടെ അവർ തുല്യരാണ്, ഒരു ശരീരമായി തീരുന്നു, മനുഷ്യനായി തീരുന്നു. ഇങ്ങനെ മനുഷ്യനായി തീരുന്നിടത്ത് പിന്നെ വേറെ ചോദ്യങ്ങൾക്കൊന്നും അർത്ഥമില്ല. ഒരുവൻ അവനവൻ ഉപേക്ഷിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ആകാൻ കഴിയില്ല. അങ്ങനെ പരസ്പരം മറ്റൊരാൾക്ക് വേണ്ടി ക്രിസ്തുവിനെ പ്രതി ജീവിതം അർപ്പിക്കുന്ന പ്രക്രിയയാണ് വൈവാഹിക ബന്ധത്തിൽ ഉണ്ടാകേണ്ടത്. ആ ബന്ധത്തെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ, നിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരാനാണ് ആലോചന ചോദിക്കേണ്ടത്. അതിന് പകരം ഇയാളെ വേണോ വേണ്ടോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണേ. കാരണം ഇയാൾ വേണോന്ന് അപ്പൊ തോന്നിയാൽ, ദൈവം പറഞ്ഞതായിട്ട് തോന്നിയാൽ, ആ പ്രശ്നം മൂലം ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ആരുടെ തലേ വയ്ക്കും? ദൈവത്തിന്റെ തലേ വയ്ക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കുഴപ്പമൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നാം ദൈവഹിതം അന്വേഷിക്കുന്നത്. ഇത് ദൈവഹിതാന്വേഷണമല്ല. ഇനി അവനവൻ ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ലെന്ന് തോന്നിയാൽ നമ്മൾ ഉടനെ തന്നെ അടുത്ത ആളെ സമീപിക്കും. ഇത് ഇപ്പൊ തുടങ്ങിയ പ്രവൃത്തിയല്ല. മോശയുടെ കാലത്ത് അതുണ്ട്. പുറപ്പാട് 18:15 മോശ പറയുന്നുണ്ട്, ദൈവഹിതം അറിയാനായി ജനം എന്നെ സമീപിക്കുന്നു. ദൈവഹിതം വെളിപ്പെട്ടു. യേശുക്രിസ്തുവാണ് വെളിപ്പെട്ട ദൈവഹിതം. ആ ദൈവഹിതം ക്രിസ്തുവാകുന്ന ഹിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തു വയ്ക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ഹിതാന്വേഷണമില്ല. ഞാൻ എന്തു ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം എങ്ങനെ യേശു സാരൂപ്യത്തിലുള്ളതാക്കി മാറ്റാൻ കഴിയും, യേശു സാരൂപ്യവുമായി അതിനുള്ള അന്തരമെന്ത് എന്ന ആലോചനയും വെളിപ്പെട്ട ദൈവഹിതത്തിലേക്ക് ഈ പ്രവൃത്തി എടുത്തു വെക്കുന്ന കാര്യവുമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇതാണ് അന്വേഷിക്കേണ്ടത്. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേൾക്കാതെ, അല്ലെങ്കിൽ വെളിപ്പെട്ട ദൈവഹിതത്തെ മാനിക്കാതെ നാം ഈ പ്രവൃത്തി ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കും. വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, ചെയ്യണോ വേണ്ടയോ? എന്തിനാണ്? ഈ വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഇത് ദൈവത്തിന്റെ തലയിൽ വെക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥനയെ പോലും പറയുന്നുണ്ട്, കർത്താവ് നീ പറഞ്ഞതുപോലെയാണല്ലോ എല്ലാം ചെയ്തത്, എന്നിട്ട് നീ കുഴപ്പമുണ്ടാക്കിയല്ലോ, ഇപ്പൊ ആരാ കുഴപ്പക്കാരൻ? അപ്പൊ ദൈവത്തെ ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ, അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തത്തിന്റെ ഭാരം ദൈവത്തിന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് സ്വന്തം ഇഷ്ടം നിറവേറ്റിയെടുക്കാൻ വേണ്ടി നടത്തുന്ന കുറുക്കു വിദ്യയായി പലപ്പോഴും ഈ ദൈവഹിതാന്വേഷണം മാറിപ്പോകുന്നുണ്ട്. അങ്ങനെയാണോ ദൈവഹിതം അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കണം. 1 സാമുവേൽ 9:9 ഇങ്ങനെ പ്രവാചകന്മാരെ സമീപിക്കുന്ന ഒരു പതിവുണ്ട്. കാര്യം കാണാൻ, കാര്യം അറിയാൻ. ദൈവഹിതാന്വേഷണം എന്നാ പറയണേ. അന്ന് യേശുക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല, ദൈവഹിതം വെളിപ്പെട്ടിട്ടില്ല. അന്ന് ദീർഘദർശികളിലൂടെയും പ്രവാചകന്മാരിലൂടെയും മോശയിലൂടെ ഒക്കെയാണ് ദൈവഹിതം വെളിപ്പെടുന്നത്. കാരണം അന്ന് ദൈവഹിതം വെളിപ്പെട്ടിട്ടില്ല. ഇന്ന് ദൈവഹിതം വെളിപ്പെട്ടു, മനുഷ്യനായി ഭൂമിയിൽ വന്നു. യേശുവാണ് ദൈവഹിതം. അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, അതാണ് ദൈവഹിതം. ആ ഒരു കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് വേണം നാം ദൈവഹിതാന്വേഷണം നടത്താൻ. എന്റെ വിശ്വാസവുമായി എത്രത്തോളം ഇത് ചേരും, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ക്രിസ്തു വിശ്വാസത്തിന് ഇണങ്ങുന്നതാണോ എന്നൊരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് ദൈവഹിതാന്വേഷണമായിട്ട് മാറും. പക്ഷേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? കണിയാൻ ബ്രദറിനോട് ചോദിക്കുകയാണ്, ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, ഉടനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നീല നിറമുള്ള ഷർട്ടുമിട്ട് വരുന്നയാളാണോ? വളരെ കറക്റ്റ് എങ്കിൽ കല്യാണം കഴിക്കാം. എന്താണ്? ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ കല്യാണാലോചനയുമായി വന്ന ചെറുപ്പക്കാരന്റെ ചിത്രം ഈ പറയുന്ന ആളുടെ ഉള്ളിൽ തെളിഞ്ഞു. അയാളുടെ ഷർട്ടും തെളിഞ്ഞു. ഒരു ട്രാൻസ്മിഷന്റെ ഒപ്പം അതിന് മാത്രം നടന്നുള്ളൂ. ആത്മാവിന്റെ പ്രവൃത്തിയൊന്നും നടന്നില്ല. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവവരങ്ങളെ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. കാരണം അത് ദൈവരാജ്യത്തെ പടുത്തുയർത്താനുള്ളതാണ്, അത് ലോകരാജ്യത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ളതല്ല. പക്ഷെ തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് ഈ നിറമുള്ള ഷർട്ടിട്ട ആളെ കല്യാണം കഴിച്ചോളാൻ പറയുന്നു. ഇപ്പൊ മറ്റേ ആൾക്കൊരു ഉറപ്പായി, അയാൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഉറപ്പിച്ചു. ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല. ദൈവത്തിന് ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരാൾ ദൈവത്തിലായിത്തീരുക എന്നുള്ളതാണ്, ഒരാൾ ക്രിസ്തുവിലായിത്തീരുക എന്നുള്ളതാണ്. ഒരാൾ തന്നെ തന്നെ ക്രിസ്തുവിൽ അർപ്പിക്കുകയും സാക്ഷാത്കരിക്കപ്പെടുകയും അങ്ങനെ
ദൈവാവിഷ്കാരത്തിന്റെ അനുഭവത്തിലേക്ക് ഏതൊരുവനും എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവഹിതം. അല്ലാതെ നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഒക്കെ ദൈവഹിതമാണ് എന്ന നിലയ്ക്ക് കെട്ടിവെക്കരുത്. അതെന്തിനു വേണ്ടിയുള്ളതാ? അത് ദൈവം അനുവദിച്ചു എന്ന നിലയ്ക്ക് എല്ലാറ്റിനും കീഴടങ്ങാനും, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാത്തിൻ്റെയും അധിപതിയായി ജീവിക്കാനോ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ദൈവഹിതത്തെ അന്വേഷിക്കുമ്പോൾ കൃത്യമായി നാം തിരിച്ചറിയണം ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത് എന്താണ്. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ കൃത്യമായത് അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ദൈവഹിതാന്വേഷണത്തിന്റെ ലക്ഷണങ്ങൾ? എല്ലായ്പ്പോഴും സന്തോഷിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം, എല്ലായ്പ്പോഴും സന്തോഷിക്കണം. ജീവിതത്തിൽ ഏതവസ്ഥയിലും ഹൃദയത്തിന്റെ സന്തോഷഭാവം നഷ്ടപ്പെടുത്തരുത്. എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ടെന്നും അവൻ എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തിന് കാരണമായിട്ട് മാറുന്നത്. അവൻ അകമയുണ്ടെന്നും എന്നെ കൈവിടാത്തവനാണെന്നും ഹൃദയത്തിൽ ബോധ്യം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാകുക. ഏത് ജീവിതാവസ്ഥയിലും ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാ? കാര്യങ്ങൾ ചോദിച്ച് കരയണമെന്നല്ല അർത്ഥം. ഈ ദൈവിക ബന്ധത്തിനകത്താകണം. പ്രയർ മീൻസ് റിലേഷൻ. ഒരു ദൈവിക ബന്ധമാണ്. ആ ബന്ധം നിലനിർത്തണം. സാന്നിധ്യാവബോധത്തിൽ ജീവിക്കണം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കണം. അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകിയിരിക്കുന്നു. ക്രിസ്തു വഴി നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവിടുത്തെ ദൈവിക ജീവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഹിതം അന്വേഷിക്കുമ്പോൾ സാധാരണഗതിയിൽ നാം ചെയ്യുന്നത് പോലെ കാർ വാങ്ങണോ വേണ്ടയോ, വീട് വെക്കണോ വേണ്ടയോ എന്നുള്ള സാധാരണ ചോദ്യങ്ങൾ ദൈവത്തോട് ഉന്നയിക്കുന്നതിന് പകരം ഞാൻ നാളെ ഇന്റർവ്യൂവിന് പോകണോ വേണ്ടയോ എന്ന് നമ്മുടെ സന്ദേഹാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം, അത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഉത്തരവാദിത്വം ഒഴിയാൻ വേണ്ടിയാണ്. ദൈവമാണ് ഇതിന്റെ ആളെന്ന് പറയാൻ വേണ്ടിയാണ്. ഭാവിയിൽ കുഴപ്പമുണ്ടായാൽ എല്ലാറ്റിന്റെയും ഉത്തരവാദിത്വം ദൈവത്തിന്റെ തലയിൽ വെക്കാൻ വേണ്ടിയാണ്. മറ്റൊരു തരത്തിൽ എനക്കേടൊന്നുമില്ലാതെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയാണ്. എന്നാൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ, ഞാൻ ഈ വസ്തു വാങ്ങുമ്പോൾ, ഞാൻ ഈ ലോകത്തെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ക്രിസ്തുവാകുന്ന ഹിതത്തോട് എത്രത്തോളം ഞാൻ ചേർന്ന് നിൽക്കും, എത്രത്തോളം ക്രിസ്തുവിൽ നിന്ന് എനിക്ക് അന്തരമുണ്ടാകുന്നുണ്ട് എന്ന് തിരിച്ചറിയാനും, അങ്ങനെ വെളിപ്പെട്ട ദൈവഹിതമായ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവന്റെ വഴിയെ ചരിക്കാനും ഈ ആവശ്യങ്ങളും ഈ ആഗ്രഹങ്ങളും എത്രത്തോളം ഉപകാരപ്പെടും എന്ന തരത്തിലുള്ള ഒരു ഉയർന്ന ചിന്ത ഉണ്ടാവുന്നതിന്റെ പേരാണ് ദൈവഹിതാന്വേഷണം. അല്ലാതെ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി നാം ഒരു കാര്യം വർത്തിക്കുമ്പോൾ ദൈവം ഒരു ഡിസിഷൻ അവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. ആ ഡിസിഷൻ അനുസരിച്ച് കാര്യം നടക്കൂ എന്ന് പറയുന്നിടത്ത് നാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദൈവഹിതത്തെ തിരിച്ചറിയലല്ല. ദൈവഹിതത്തെ ഇനി അന്വേഷിക്കുകയല്ല വേണ്ടത്, വെളിപ്പെട്ട ദൈവഹിതത്തിൽ വിശ്വസിക്കുകയാണ്. ആ വെളിപ്പെട്ട ദൈവഹിതവുമായി നമ്മുടെ ജീവിത പദ്ധതികളും നമ്മുടെ ജീവിത പ്രയോഗങ്ങളും എത്രത്തോളം ചേർന്ന് പോകുന്നുണ്ട് എന്ന ആലോചനയും, ആ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവിൽ ബലം നൽകണമേ എന്ന പ്രാർത്ഥനയുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ദൈവഹിതാനുസാരമായി മാറുക. അങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ക്രിസ്തുവിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ, വിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ, കൂട്ടായ്മയിൽ നമ്മൾ തുടക്കം കുറിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവഹിതാനുസാരം ജീവിക്കുന്നവരായിട്ട് മാറും, ദൈവേഷ്ടം നിറവേറ്റുന്നവരായിട്ട് മാറും. പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത, എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന, എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്ന, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്നവരായി അപ്പോൾ നമ്മൾ മാറിത്തീരും. അങ്ങനെയാവുമ്പോൾ കർത്താവേ കർത്താവേ എന്ന് വെറുതെ അതിരം കൊണ്ട് ഏറ്റുപറയുന്നവരല്ലാതെ പിതാവായ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റും. ക്രിസ്തു ആ ഇഷ്ടം നിറവേറ്റി ജീവിച്ചപ്പോഴാണ് പ്രീതികരമായ ജീവിതമായത്. അതേ വഴിയെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഭൗതിക യാഥാർത്ഥ്യങ്ങളോട് നാം ഇടപഴകുന്നതിൽ എത്രത്തോളം നമുക്ക് ദൈവപക്ഷത്ത് നിന്ന് ലോകത്തിന്റെ സാമാന്യതയ്ക്കുപരിയായി ജീവിക്കാൻ കഴിയുന്നു ക്രിസ്തുവിൽ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. അങ്ങനെ ഒരു ആലോചനയും, അങ്ങനെ ഒരു പരിശോധനയും, അങ്ങനെ ഒരു പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങൾക്കകത്തും മനഃചാഞ്ചല്യമില്ലാതെ സ്വസ്ഥതയോടെ ദൈവ ഐക്യം പ്രാപിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയും. അത്തരത്തിൽ ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളെയും ലാഭങ്ങളെയും നേട്ടങ്ങളെയും എല്ലാം ക്രിസ്തുവിൽ തിരിച്ചറിയാനും ജീവിക്കാനും അവിടുന്ന്
ആത്മാവിനാൽ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.